എൻ്റെ പേര് രേഷ്മ പ്രകാശ്. ഇലഞ്ഞി സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ ഫൊറൈൻ ചർച്ച് ഇടവക അംഗമാണ് ഞാൻ. ഇലഞ്ഞി സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻഡ് ഫാദർ ജോർജ് വഞ്ചിപ്പുരക്കൽ അച്ഛനും അസിസ്റ്റൻറ്റ് വികാർ റവറൻഡ് ഫാദർ ജോസഫ് കൊച്ചുമുറി അച്ഛനുമാണ്. പിന്നെ എൻ്റെ അമ്മ, ചേച്ചി എന്നിവരാണ്. രേഷ്മ ഇലഞ്ഞി ഇടവകയിലെ ഒരു പെൺകുട്ടിയാണ്. അവൾ വേദപാഠം നന്നായിട്ട് പഠിക്കുന്നു. സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പാട്ടുപാടാൻ നല്ല കഴിവുണ്ട്. പള്ളിയിലെ കൊയറിലവൾ പാടുന്നുണ്ട്. പഠനത്തിലും വളരെ മിടുക്കിയാണ്. അവളുടെ അമ്മയും സഹോദരിയും കുടുംബമെല്ലാം പള്ളിക്കാര്യങ്ങൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കുടുംബമാണ്. കുടുംബത്തിൽ കിട്ടുന്ന പരിശീലനം അവളുടെ ജീവിതത്തിലും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നല്ല മിടുക്കിയായിട്ട് പഠനത്തിൽ നല്ല തീക്ഷ്ണതയോടെ പോകുന്നു. നല്ല ഒരു ഭാവി അവർക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രേഷ്മയ്ക്ക് പാടാൻ കഴിവുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അവൾ ഈ ഇടവകയിൽ മേഖലാതല മത്സരങ്ങൾക്ക് പങ്കെടുത്തപ്പോഴാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും ഇവരുടെ വളർച്ചയിൽ വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവാനുഗ്രഹമായി ഞങ്ങളിതിനെ കാണുന്നു. എനിക്ക് തോന്നുന്നു സാധിക്കുന്നിടത്തോളം ദിവസം രാവിലെ പള്ളിയിൽ വന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും കൊയറിൽ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പാട്ടുപാടാനും അതുപോലെ ഈ മേഖലയിൽ ഒത്തിരിയേറെ വളരാനും രേഷ്മയ്ക്ക് സാധിക്കുന്നത്. ഞാൻ പാടാൻ പോകുന്ന ഗാനം മഴവില്ലിൻ 7 നിറങ്ങൾക്ക് വർണ്ണം എന്നതാണ്. ഭൂമിയുടെ സൃഷ്ടിയെപ്പറ്റിയും അതിൻ്റെ മനോഹാരിതയെപ്പറ്റിയും വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഗാനമാണിത്. അതിനാൽ ഞാൻ ഈ ഗാനത്തെ ഏറെ ഇഷ്ടപ്പെടുന്നു.
സൃഷ്ടിജാലങ്ങളും ആഴിയുമൂഴിയും നിർമ്മിച്ചു നാരനായി സർവചരാചര സൃഷ്ടിജാലങ്ങളും ഉളവായെല്ലാം ഒരു വാക്കിനാൽ ഉളവായെല്ലാം ഒരു വാക്കിനാൽ പരം പകർന്നവൻ അനുഗ്രഹമേകി ധരയിൽ മഴവില്ലിനേഴു നിറങ്ങൾക്കും വർണ്ണം കൊടുത്തവനേശുരാജൻ മഴവില്ലിനേഴു നിറങ്ങൾക്കും വർണ്ണം കൊടുത്തവനേശുരാജൻ അവൻ മഹിമ അവൻ പ്രഭയായി അവൻ മഹിമ അവൻ പ്രഭയായി അനുപമ ശ്രുതി താളരാഗം മഴവില്ലിനേഴു നിറങ്ങൾക്കും വർണ്ണം കൊടുത്തവനേശുരാജൻ ഞാൻ നിതിൻ എമ്മാനുവൽ. ഞാൻ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പഠിക്കുന്നു. ഞാൻ തീക്കോയി സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് ഇടവകാംഗമാണ്. ഇത് എൻ്റെ അച്ഛൻ ടോമി, എൻ്റെ അമ്മ ജെസി, എൻ്റെ അനിയത്തി അനുപ, അതുപോലെ തന്നെ തീക്കോയി സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി തോമസ് വലിവീട്ടി അച്ഛനുമുണ്ട്. നിതിൻ എമ്മാനുവൽ തയ്യിൽ ഈ ഇടവക സമൂഹത്തിലെ ഒരംഗമാണ്. ഇവിടെ CYMലും അതുപോലെ തന്നെ ചെറുപുഷ്പ മിഷൻ ലീഗിലും സജീവമായി പ്രവർത്തിക്കുന്ന അംഗമാണ്. അദ്ദേഹം പാട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിരുചിയുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരും നല്ല ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇങ്ങനെ അദ്ദേഹത്തിന് ശാലോം ഇതുപോലെയുള്ളൊരു അവസരം ലഭിച്ചു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷം ഞങ്ങൾക്ക് ഇടവകങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇവന് സംഗീതത്തിൽ കുറച്ച് നാളെ ആയുള്ളൂ പാടാനൊക്കെ തുടങ്ങിയിട്ട്. ഇടക്കാലം കൊണ്ട് പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. 2 വർഷമായിട്ട് പാട്ട് തുടരാൻ സാധിച്ചില്ല. +10ാം ക്ലാസ്സിലെയും പരീക്ഷയൊക്കെ വന്നതുകൊണ്ട് തുടരാൻ സാധിച്ചില്ല. ഇപ്പം ഭരണങ്ങാനത്ത് ഒരു സാറിൻ്റെ കീഴിൽ പാട്ട് അഭ്യസിക്കുന്നുണ്ട്. തുടർന്നുള്ള കാലങ്ങളിൽ പൂർണ്ണമായിട്ടും പാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ പഠിത്തം ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാനിന്ന് പാടാൻ പോകുന്നത് ആരോഗ്യമില്ലാത്ത നാളിൽ എന്നൊരു പാട്ടാണ്. ഈ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിലെ സന്ദേശം കൊണ്ടാണ്. നമ്മളെത്ര ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മളെ തേടിയെത്തുന്ന ഈശോയുടെ ഒരു രൂപം ഈ പാട്ടിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ പാട്ട് ഏറ്റവും ഇഷ്ടം.
പദതാരിൽ ആശ്രയത്തിനായി മുട്ടുന്നു ഞാൻ ആരോരുമില്ലാത്ത നാളിൽ. ലോകത്തിൻ സ്നേഹം മായയാണല്ലോ, ഒരു നാളിൽ ആ സ്നേഹം മാഞ്ഞു പോകും. ലോകത്തിൻ സ്നേഹം മായയാണല്ലോ, ഒരു നാളിൽ ആ സ്നേഹം മാഞ്ഞു പോകും. അസ്തമിക്കാത്തൊരു സ്നേഹസാഗരം യേശുവിൽ നിന്നും വരുന്നതല്ലേ, യേശുവിൽ നിന്നും വരുന്നതല്ലേ. ആരോരുമില്ലാത്ത നാളിൽ, ആശ്രയമില്ലാത്ത നാളിൽ, അനുപമ സ്നേഹമേ നിൻ പദതാരിൽ ആശ്രയത്തിനായി മുട്ടുന്നു ഞാൻ ആരോരുമില്ലാത്ത നാളിൽ. ഞാൻ എഡ്വിൻ ഐസക്. ഞാൻ മാന്നാർ ഇടവകയിലെ സെൻറ് മേരീസ് ചർച്ചിലെ അംഗമാണ്. ഞാൻ സെൻറ് കുര്യാക്കോസ് പബ്ലിക് സ്കൂൾ കടുത്തുരുത്തി, ആ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഇടവകയിലെ പ്രിയപ്പെട്ട വികാരിയച്ഛനായ ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ അച്ഛനും ഞങ്ങളുടെ കോൺവെൻറ്റിലെ പ്രിയപ്പെട്ട മദറായ സിസ്റ്റർ അനറ്റും ബാക്കി പ്രിയപ്പെട്ട സിസ്റ്റേഴ്സുമാണ്. പിന്നെ എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി. ഇടവകയിലെ നല്ല ഒരു പാട്ടുകാരനായ എഡ്വിൻ ഐസക് പാട്ടുമായി മുന്നോട്ട് വരുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഇവൻ പാടുന്ന നല്ല വചനകേന്ദ്രീകൃതമായ ഒരു പാട്ട് ശാലോം ടി വിയിൽ പുറത്തു വരുന്നപ്പോൾ സന്തോഷമുണ്ട്. എഡ്വിൻ്റെ കുടുംബം ഇടവകയുമായിട്ട് വളരെ യോജിച്ച് സന്തോഷമായിട്ട് പോകുന്നു. ഐസക്, മരിയ, എമിലിൻ, എഡ്വിൻ്റെ പ്രിയപ്പെട്ട സഹോദരിയും മാതാപിതാക്കളും ഇടവകയുടെ പാട്ടും ദിവ്യബലി കേന്ദ്രീകൃതമായ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. ഇത്തരണത്തിൽ എഡ്വിന് ഇടവകയുടെ എല്ലാവിധ ഭാവുകങ്ങളും മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. എഡ്വിൻ ചെറുപ്പത്തിൽ തന്നെ നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു. അവന് ഇവിടുത്തെ നഴ്സറി സ്കൂളിൽ വെച്ച് തന്നെ നല്ലൊരു പരിശീലനങ്ങളൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം പാടുമെന്ന് കണ്ടപ്പോൾ മുതൽ പിന്നെ അവനെ പാട്ടൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അവൻ്റെ അമ്മയുടെ വളരെ ഉത്സാഹപരമായിട്ടുള്ള ഒരു സമീപനമാണ് എഡ്വിന് ഇത്രത്തോളമൊക്കെ എത്തിയത്. പിന്നെ ഇപ്പോൾ ഈ ശാലോമിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഒരുപാട് ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമായി ഞാനിതിനെ കാണുകയാണ്. എഡ്വിനെ സംബന്ധിച്ചിടത്തോളം മാന്നാർ ഇടവകയുടെ വലിയ അഭിമാനപാത്രമാണ്. ഇടവകയുടെ സംഘടനാ പ്രവർത്തനത്തിലായാലും ദിവ്യബലിയിലായാലും എഡ്വിൻ്റെ പാട്ട് ഒരുപാട് ദൈവാനുഗ്രഹം നിറഞ്ഞതായി തോന്നാറുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ നിമിഷം അർപ്പിക്കുകയാണ്. ഞാനിന്നിവിടെ പാടാൻ പോകുന്ന ഗാനം ഒരു നിമിഷം നിൽക്കും ഒന്നായി പാടിവിടെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. ഈ ഗാനം ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് പൂർണ്ണമായും വചനത്തെ പ്രതിപാദിക്കുന്ന ഒരു ഗാനമാണ്. വചനം ശക്തിയാണ്, വചനം ജീവനാണ്. അതുമാത്രമല്ല, വചനം കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഏതെല്ലാം പ്രതിസന്ധികളിലും നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്നീ വലിയൊരു ആശയമാണ് ഈ പാട്ട് തന്നെ ഈ പരിപാടിയിൽ സെലക്ട് ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനമായത്. ഒന്നായി പാടിടൂ, മനസ്സുകൾക്കു കുളിരു പകരും സുരഭില സങ്കീർത്തനം.
നിമിഷം നിൽക്കൂ, ഒന്നായി പാടിടൂ, മനസ്സുകൾക്കു കുളിരു പകരും സുരഭില സങ്കീർത്തനം. തിരുലിഖിതം കേൾക്കാം നാഥന്റെ വചസിനായി, ഹൃദയനിലം സ്നേഹമോടെ ഉഴുതു പാകമാക്കിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടാം. ഒരു നിമിഷം നിൽക്കൂ, ഒന്നായി പാടിടൂ, മനസ്സുകൾക്കു കുളിരു പകരും സുരഭില സങ്കീർത്തനം. മലകൾ മാറി നീങ്ങിടും, കുന്നുകൾ നിരന്നിടും, മാഞ്ഞു പോകയില്ല യേശുവിൻ്റെ ജീവവചനം. മലകൾ മാറി നീങ്ങിടും, കുന്നുകൾ നിരന്നിടും, മാഞ്ഞു പോകയില്ല യേശുവിൻ്റെ ജീവവചനം. പാദങ്ങൾക്കു ശക്തിയായി, പാതയിൽ പ്രകാശമായി, നിത്യരക്ഷയേകുമേശുവിൻ്റെ സ്നേഹവചനം. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടാം. ഒരു നിമിഷം നിൽക്കൂ, ഒന്നായി പാടിടൂ, മനസ്സുകൾക്കു കുളിരു പകരും സുരഭില സങ്കീർത്തനം. കഠിന ഹൃദയമാകിലും മാംസളമായി മാറ്റിടും, മാനസാന്തരം പകർന്നിടുന്നു സത്യവചനം. കഠിന ഹൃദയമാകിലും മാംസളമായി മാറ്റിടും, മാനസാന്തരം പകർന്നിടുന്നു സത്യവചനം. മനമിടിഞ്ഞ വേളയിൽ പുതുബലം പകർന്നിടും, മുറിവു നീക്കി സൗഖ്യമേകിടുന്ന നിത്യവചനം. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടാം. ഒരു നിമിഷം നിൽക്കൂ, ഒന്നായി പാടിടൂ, മനസ്സുകൾക്കു കുളിരു പകരും സുരഭില സങ്കീർത്തനം. തിരുലിഖിതം കേൾക്കാം നാഥന്റെ വചസിനായി, ഹൃദയനിലം സ്നേഹമോടെ ഉഴുതു പാകമാക്കിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ പേര് അഞ്ജലി. ഇതെൻ്റെ ഇടവകപ്പള്ളി സെൻറ്റ് ജോർജ് ചർച്ച് മാൻവട്ടം. ഞാൻ 6ാം ക്ലാസ് ഡീപോർട്ട് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ പോൾ മടത്തിക്കുന്നേൽ, ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ഫാദർ സ്കറിയ മോളപ്പറമ്പിൽ, എൻ്റെ ഗ്രാൻഡ് ഫാദർ PV തോമസ്, എൻ്റെ ഗ്രാൻഡ് മദർ തങ്കമ്മ തോമസ്, എൻ്റെ അപ്പ ടിഷി തോമസ്, എൻ്റെ അമ്മ ജിൻസി ടിഷി, പിന്നെ എൻ്റെ അനിയൻ ആനന്ദ് ടിഷി തോമസ്. അഞ്ജലി എൻ്റെ ഇടവകയിലെ കുട്ടിയാണ്. കഴിഞ്ഞ വർഷം മുതൽ ഗായസംഘത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിക്ക് ഈ പാടാനുള്ള കഴിവ് കിട്ടിയത് ഒരുപക്ഷെ കുട്ടിയുടെ അമ്മയുടെ അപ്പൻ ശ്രീ AK ജോസഫ് ഒരു നല്ല പാട്ടുകാരനായിരുന്നു. അതുകൊണ്ടായിരിക്കണം അവിടെ ഇടവ് ഞാൻ ഇരുന്നിട്ടുള്ളതാണ്. എല്ലാ ആശംസകളും കുട്ടിക്ക് നേരുകയാണ്. തീർച്ചയായും ഭാവിയിൽ ഒരു നല്ല ഗായികയായി, മിഷൻ ലീഗിൻ്റെ നല്ല പ്രവർത്തകയായി
സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാടുന്ന ഒരു നല്ല കുട്ടിയെ തീരട്ടെന്ന് ആശംസിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അഞ്ജലിയും ആനന്ദും എനിക്ക് 2 മക്കളാണുള്ളത്. അഞ്ജലിക്ക് പാടാനുള്ള ഒരു കഴിവുണ്ടെന്ന് വളരെ ചെറുപ്പത്തിലേ മനസ്സിലായിരുന്നു. അത് ദൈവം അവൾക്ക് കൊടുത്ത ഏറ്റവും വലിയ വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ അവളുടെ അനിയനായ ആനന്ദനാണെങ്കിൽ ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കാനുള്ളൊരു താല്പര്യമുള്ളതുകൊണ്ട് അവനും ഇൻസ്ട്രുമെൻറ്റിലോട്ട് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ ഈ 2 മക്കളെയും എനിക്ക് തന്ന ദൈവത്തിനോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ ഈ കൊച്ചുമക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഡാഡിയും എൻ്റെ മമ്മിയും, എല്ലാത്തിനും പിന്തുണയായി എനിക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി നോക്കുന്ന എൻ്റെ ഭാര്യ ജിൻസി. അവളുടെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ, ജിൻസിയുടെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ ഇങ്ങനെ, അല്ലെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ പാടാൻ കഴിയുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവളുടെ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവൾക്ക് ഇത്രയും ഒരു നിലയിലെത്താൻ പറ്റിയെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നത് ഉരുകും മെഴുതിരിയായി ഞാൻ എന്ന ഗാനമാണ്. ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈശോയ്ക്കായി എൻ്റെ ജീവിതം സമർപ്പിച്ചാൽ എൻ്റെ ജീവിതം നന്നാകുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഉരുകും മെഴുതിരിയായി ഞാൻ എന്നേശുവേ പദതാരിൽ വീഴുന്നിതാ. ഉരുകും മെഴുതിരിയായി ഞാൻ എന്നേശുവേ പദതാരിൽ വീഴുന്നിതാ. ഇടറും സ്വരമായി ജപമാലയിൽ മിഴിനീരു കോർക്കും
നിന്നെ